കെ മുരളീധരൻ ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ ശബരിനാഥൻ ഒന്ന് പരുങ്ങിയിട്ടുണ്ട്. സോപ്പിട്ടോളൂ, വല്ലാതെ പതപ്പിക്കരുത് എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നു. പട്ടരിൽ പൊട്ടരില്ല എന്നതൊരു പഴഞ്ചൊല്ലാണ്. എന്നാൽ അയ്യരുടെ കാര്യത്തിൽ എങ്ങനെയാണ് എന്നറിയില്ല. പട്ടരിൽ പൊട്ടരില്ല എന്നതൊരു പഴഞ്ചൊല്ലാണ്. എന്നാൽ അയ്യരുടെ കാര്യത്തിൽ എങ്ങനെയാണ് എന്നറിയില്ല. കെ മുരളീധരൻ ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ ശബരിനാഥൻ ഒന്ന് പരുങ്ങിയിട്ടുണ്ട്. എന്തായാലും ദിവ്യ എസ് അയ്യർക്ക് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ ശബരിനാഥൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഭരണത്തിലുള്ളവർക്ക് അനുകൂലമായി അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രകീർത്തനം ഒന്ന് അവസാനിപ്പിക്കുന്നത് നന്നാവും എന്ന് ശബരിനാഥൻ എന്ന ഭർത്താവ് ദിവ്യ എസ് അയ്യർ എന്ന ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കെ രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായപ്പോൾ അതിലുള്ള സന്തോഷം മറച്ചുവെക്കാതെ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ച IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനലബ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചില വാചകങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. ഇതാണ് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത്. ഇതിനെ തുടർന്നാണ് കെ മുരളീധരൻ സോപ്പിട്ടോളൂ, വല്ലാതെ പതപ്പിക്കരുത് എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അതുകൊണ്ടാവണം ശബരിനാഥൻ ഇത്തരത്തിലൊരു ലക്ഷ്മണരേഖ ദിവ്യ എസ് അയ്യർക്ക് മുമ്പാകെ വരച്ചിട്ടുള്ളത്. എന്തായാലും ദിവ്യ ബുദ്ധിമതിയായ ഒരു IAS ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ ഭരണം നടത്തുന്നത് LDF ആണ്, LDF സർക്കാരാണ്. ആ LDF സർക്കാരിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരാളാണ് കെ രാഗേഷ്. ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതോ കത്തോലിക്കർക്ക് വത്തിക്കാൻ എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വത്തിക്കാനായ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി പദം. കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി പദത്തിൽ ഇരുന്നവരൊന്നും പിന്നീട് മോശമായിട്ടില്ല. പലരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ്. അഥവാ ഈ ടേം കഴിഞ്ഞ് LDFന്റെ ഈ ഭരണം കഴിഞ്ഞ് തുടർഭരണം കഴിഞ്ഞ് വീണ്ടും ഒരു ഭരണം കൂടി ലഭിക്കുകയാണ്. ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ആ ഭരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായിരിക്കും രാഗേഷ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഏറാണ് ദിവ്യ എസ് അയ്യർ നടത്തിയിട്ടുള്ളത് എന്നാണ് ആക്ഷേപിക്കുന്നവരുടെ ഒരു വാദം. ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം ചീഫ് സെക്രട്ടറി വരെ ആകാൻ മാത്രം പ്രായക്കുറവുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും അദാനിയുടെയും ഒക്കെ പ്രിയപ്പെട്ടവളായി മാറാൻ ദിവ്യ എസ് അയ്യർക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റെയും പെറ്റായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് UDF അധികാരത്തിൽ വന്നാൽ പിന്നെയൊന്നും നോക്കേണ്ടതില്ല. കാരണം കെയർ ഓഫ് ശബരിനാഥൻ എന്നുള്ള രീതിയിൽ, ശബരിനാഥന്റെ ഭാര്യ എന്നുള്ള നിലയിൽ UDFന്റെ കീഴിൽ IAS ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരം തന്നെ ദിവ്യ എസ് അയ്യർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ ഒന്നും കാണാതെ എറിഞ്ഞ ഏറല്ല ഇത് എന്നാണ് പൊതുവെയുള്ള സംസാരം. അതുകൊണ്ടാണ് പട്ടരിൽ പൊട്ടരില്ല എന്ന പഴഞ്ചൊല്ല് അയ്യർക്കും ബാധകമാണോ എന്ന ഒരു സംശയം ഇപ്പോൾ ഉദിക്കുന്നത്.